ഹലോ ഗൈസ്, മുഖം മണൽ വാരിയിട്ട് കണക്ക് നിറയെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് മുഖം ആകെ മൊത്തം ഒരുമാതിരി അലങ്കോലമായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം മാത്രം മതി ഗൈസ്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണം മനസ്സിലാവൂ. രണ്ട് രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാന്ദ്ര7. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് സമയത്തൊക്കെ നമ്മുടെ സ്കിന്ന് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഓണത്തിന് സമയത്ത് കോളേജിലായാലും സ്കൂളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലായിരുന്നാലും ഒക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരാറ്. അപ്പോൾ ഓണ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കി നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ജേണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ സീരീസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്കിൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള പാക്കൊക്കെ ഉടനെ വരുന്നതായിരിക്കും. ഇത് ക്ലിയർ സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓണത്തിൻ്റെ സീരീസിൽ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഹലോ ഗൈസ്, പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആയിരുന്നാലും ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിലുള്ള പ്രശ്നം. വയനാട് മാത്രമല്ല, കോഴിക്കോടും അതുപോലെ പല ജില്ലകളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു രൂപ പോയിട്ട് ഒരു 10 രൂപയോ ഒരു 5 രൂപ പോലും എടുക്കാൻ പറ്റാതെ ജീവനും കൈപ്പിടിച്ച് ഓടിയവരാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര്. അപ്പോൾ അവരുടെ കയ്യിലൊരു 10 രൂപ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലൊരു 10 രൂപയായിരുന്നാലും മതി, അത് തന്നെ അവർക്കൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ആണ് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന റവയാണ്. റവ എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ റവ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബിങ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മറ്റുള്ള സ്ക്രബിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പരുപരുപായിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഫേസ് ഭയങ്കരമായിട്ട് ഉരയ്ക്കുന്നത് പോലെ ഫീൽ ചെയ്യും. പക്ഷേ റവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഒരുപാട് ഉരയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പിമ്പിൾസ് ഉള്ളവർക്ക് പോലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്ക്രബിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്ന് ഡാമേജ് ഇല്ലാതെ സ്ക്രബ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിലേക്ക് നമ്മൾ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് പാലോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൈര് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം സെൻറ്റാനുള്ളവർക്ക്. അത് ഫേസിൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ. ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സാധനമായിരുന്നാലും നിങ്ങൾക്കത് പ്രശ്നമാണ്. സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യാൻ നോക്കുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മൈൽഡായിട്ട് സ്ക്രബ് ചെയ്ത് ഇതിപ്പോൾ 2x ഞാൻ വീഡിയോ കാണിക്കുന്നത് എന്നും കരുതി ഇമാതിരിയുള്ള സ്ക്രബിങ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2x കാണിക്കുന്നതാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോവും, 10 മിനിറ്റിലൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2x കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. കുറച്ചൊന്ന് ഉണങ്ങിയാൽ മതി. ഓവറായിട്ട് ഡ്രൈ ആയിട്ട് മാറരുത്. ഓക്കെ, ഡ്രൈ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് ഫേസിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മോയ്സ്ചറൈസർ ഇടണം. അത് സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ചിലപ്പം എഫക്റ്റീവായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ഫേസിൽ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ ഇതിൽ ഫസ്റ്റ് നമുക്ക് സ്ക്രബിങ് മെത്തേഡിലുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സ്ക്രബിങ് ചെയ്യാവൂ. ഓക്കെ, ഫേസിൽ സ്ക്രബിങ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചെയ്യാവൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്, സ്കിൻ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ചേർക്കുന്ന മസൂർ ദാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയില്ലേ അത് ചേർക്കാവുന്നതാണ്. പക്ഷേ മസൂർ ദാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അത് നന്നായിട്ട് ഉണങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മസൂർ ദാൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ റൈസ് പൗഡറോ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നതാണ് തേൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ ഒരുപാടധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേനെന്ന് പറയുന്നത്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൂക്കിലാണ്. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഓവറായിട്ടുള്ള ഭാഗം, ആ ഭാഗത്ത് അപ്ലൈ ചെയ്യും. ഇപ്പം നമുക്ക് താടിയിലൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കവിളിൻ്റെ ഭാഗത്ത് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൂക്കിൻ്റെ ഭാഗങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂക്കിൻ്റെ ഭാഗം കാണിക്കുന്നത്.
ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. 1 സൈഡ് മാത്രമേ മുക്കാവൂ, 2 സൈഡ് മുക്കിയെടുക്കരുത്. 1 സൈഡ് മുക്കിയതിന് ശേഷം എവിടെയാണോ ഓവറായിട്ട് ഇതുള്ളത് ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 ലെയർ ചെയ്യാവുന്നതാണ്. 3 ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാനിപ്പോൾ 2 ലെയർ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയർ ചെയ്യാവുന്നതാണ്. 3 ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു ടിഷ്യൂ പേപ്പറും ഇങ്ങനെ കൂടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങളിത് വച്ചേക്കണം, എങ്കിൽ മാത്രം നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് പതിയെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാക്സ് ചെയ്യുന്ന രീതിയിൽ അമ്മാതിരി ഇല്ലെങ്കിൽ നമ്മൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറില്ലേ, ആ ഒരു രീതിയിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു വേദനയൊക്കെ വരാറുണ്ട്. നമ്മൾ ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നൊരു ചെറിയ വേദന വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ അതിനെ ഊരിയെടുക്കുക, ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്ന നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ഹെഡ്സ് നമുക്ക് ഈ സ്ക്രബിങ് ചെയ്യുമ്പോൾ തന്നെ പോകും, പക്ഷേ വൈറ്റ് ഹെഡ്സ് അങ്ങനെ എന്നും പോകത്തില്ല. നല്ല രീതിയിൽ തന്നെ ഇതുപോലുള്ള വാക്സിങ് ഈ ഒരു സംഭവം യൂസ് ചെയ്താൽ മാത്രമേ ആ വൈറ്റ് ഹെഡ്സ് അതിൽ നിന്ന് ഇളകി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. വൈറ്റ് ഹെഡ്സ് ഒരുപാടുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കാവൂ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. ഇത് യൂസ് ചെയ്തതിന് ശേഷം ആ മൂക്കിൻ്റെ ആ സ്ഥലത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുപാടുള്ളവർക്ക് കുറച്ച് ടൈം എടുക്കും, പക്ഷേ കുറച്ചൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്ത് തന്നെ ആയിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അത് ഏതൊരു പാക്ക് ആയിരുന്നാലും എന്ത് സാധനമായിരുന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.